ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു റാൻഡം മീഷോ ഹോളാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്യാം. എന്തായാലും ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ പ്രൈസ് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ എനിക്ക് പ്രൈസ് അറിയില്ല കേട്ടോ എന്നുള്ളതാണ് ആയതുകൊണ്ട്. സോ നമുക്ക് ഓരോ പ്രൊഡക്റ്റായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു ടെഡി ബെയർ ആണ്. ഇപ്പോൾ ലൈറ്റ് അടിച്ചിട്ട് ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, ഇതൊരു പിങ്ക് കളർ ടെഡി ബെയർ ആണ്. ഇതൊരു ഫ്ലൂറസെൻറ്റ് പിങ്ക് ആണ് കേട്ടോ, കണ്ണ് കുത്തുന്ന ഒരു കളറില്ലേ, ആ ഒരു കളറാണ്. അപ്പോൾ ഈ ഒരു ടെഡി ബെയറിൻ്റെ പ്രൈസ് ഞാൻ ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ നമ്മൾ നല്ല കുറച്ച് പ്രൈസുള്ള ടെഡി ബെയർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഷേപ്പിനൊക്കെ നല്ലൊരു ഷേപ്പൊക്കെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് ഇവിടെ ഒന്നും വലിയ ഷേപ്പൊന്നുമില്ല, എന്നാലും മക്കൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ആ ഒരു പർപ്പസിനായതുകൊണ്ട് തന്നെ ഇതൊക്കെ മതി. അപ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും ഇത്. ഇതിൻ്റെ തലയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആണ്. നല്ല ഐസും നോസൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഒരു ബോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളറ് ചിലപ്പോൾ ഫോട്ടോയിൽ നോർമൽ പിങ്ക് ആയിരിക്കും, പക്ഷേ ഇപ്പോൾ ഇതൊരു ഫ്ലൂറസെൻറ്റ് പിങ്ക് കളറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷേ കുട്ടികൾക്കൊക്കെ നല്ല അട്രാക്ട് ചെയ്യുന്നൊരു കളറാണ് കേട്ടോ. അടുത്ത് വെച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ബാക്കിൽ സിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. കുട്ടി കുട്ടി സാധനങ്ങളാണ് ഇന്ന് കാണിക്കാനുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് പോകാം. അപ്പോൾ സെക്കൻഡ് പ്രൊഡക്റ്റ് ഇതാണ്. ഇതൊരു ഹൂല ഹൂപ്പാണ് കേട്ടോ. ഇങ്ങനെ പാർട്സ് ആയിട്ടാണ് വരിക. നമ്മളത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഗാലിയക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ. ഗാലിയൻ്റെ നിർബന്ധപ്രകാരം വാങ്ങിച്ചാണ്. സോ അപ്പോൾ ഇത് നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കളേഴ്സ് ഓർഡർ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണുള്ളത്. ഇവിടെ ഇങ്ങനെ ക്ലോസ് ആയിട്ട്, ഒരു സൈഡ് ഇങ്ങനെ ക്ലോസ് ആയിട്ടും ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുമാണ് ഉള്ളത്. അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള സൈഡിലേക്ക് നമുക്ക് ഈ ക്ലോസ് ആയിട്ടുള്ളത് കയറ്റി, ഇത് ഒരു വയലറ്റ്, ഒരു ഗ്രീൻ, യെല്ലോ, റെഡ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ. ഓരോന്നും 2 സ്റ്റിക്ക് വീതം ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്ത് ലാസ്റ്റ് ഇത് തമ്മിൽ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇതാണ് സംഭവം. അപ്പം ഇതിട്ടിട്ട് നമുക്കിങ്ങനെ വേസ്റ്റിലിട്ടിട്ടും നെക്കിലിട്ടും കയ്യിലിട്ടിട്ടൊക്കെ കളിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. പക്ഷേ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഗുഡ് ക്വാളിറ്റി ഒന്നുമല്ല. ലോക്കൽ പ്ലാസ്റ്റിക് ആണ്, ലൈക്ക് വെയിറ്റ് ഇല്ലാത്ത പ്ലാസ്റ്റിക് ആണ്. എന്നാലും കളിക്കേണ്ട ആവശ്യമായതുകൊണ്ട് ഇതൊക്കെ ധാരാളം. പ്രൈസിനുള്ളൊരു ക്വാളിറ്റി തന്നെയാണ് ഇത്. ലൈക്ക് പ്ലാസ്റ്റിക് കുറച്ച് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ്. ഒരു ലോക്കൽ പ്ലാസ്റ്റിക് വരില്ല, ലോക്കൽ ക്വാളിറ്റിയിലുള്ളത് ആ ഒരു പ്ലാസ്റ്റിക് ആണ്. പക്ഷേ കളിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഇത് മതിയാകും. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ടോയ് ഒന്നല്ല കേട്ടോ, ഇത് ഹോം ഡെക്കറാണ്. ഇത് ഒരു പോട്ട് വരുന്നുണ്ട്, ഒരു വേസ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്ക് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു എസെൻഷ്യൽ ഓയിലും വരുന്നുണ്ട്. ഒരു ലാവൻഡറിൻ്റെ സ്മെല്ലുള്ള ഒരു ഓയിൽ വരുന്നുണ്ട്. നമ്മൾ റൂമിലൊക്കെ വെക്കുന്ന, ഹോളിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്ക് സ്മെല്ലിന് വേണ്ടിയിട്ട്, ബാഡ് ഓഡേഴ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെന്ത് ചെയ്യാം, വെച്ച് കൊടുക്കാം. ഈ സ്റ്റിക്കൊക്കെ എടുത്തിട്ട്, നല്ല ലാവൻഡർ സ്മെല്ലുണ്ട് കേട്ടോ. ഈ സ്റ്റിക്ക് എടുത്തിട്ട് നമുക്കിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഷോ പീസായിട്ട് വെക്കാം. അതിലേക്ക് നമുക്ക് ഓരോ ഡ്രോപ്പ് വെച്ചിട്ട് ആ ഒരു ഓയിൽ, ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു സ്മെല്ല് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സ്മെല്ല് പോയി എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് അത് ഇട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബാഡ് ഓർഡേഴ്സൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇത് വന്നിട്ട് 200 സംതിങ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല വേർത്താണ്, അടിപൊളിയാണ്. ഈ ഒരു പോട്ട് തന്നെ ആക്ച്വലി വേർത്താണ് ആ ഒരു പ്രൈസിന്. അപ്പോൾ ഇത് ഒരെണ്ണം എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ആ ഒരു വ്ളോഗ് കണ്ടവർക്കറിയാം. അതിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഒരു ബോക്സിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാനിവിടെ സൈഡിലായിട്ട് കൊടുക്കാം. അതിന് 600 രൂപയാണ് വരുന്നത്. അതിന് 600 രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ അതും ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമിലർ ആണ് പോട്ടൊക്കെ വരുന്നത്. അത് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള പോട്ടാണ്. ഇതൊരു
ഗ്ലേസിങ് ഉള്ളൊരു അങ്ങനത്തെ ടൈപ്പ് പോട്ടാണ്. പിന്നെ സ്റ്റിക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള സ്റ്റിക്കാണ് അതിന് വന്നിട്ടുള്ളത്. ഇത് അത്ര തന്നെ ക്വാളിറ്റി ഇല്ല, പക്ഷേ ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സെയിം ലുക്കാണ് ആൻഡ് പർപ്പസും സെയിം ആണ്. നമുക്ക് ഡെക്കറേറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ പറ്റും. പിന്നെ സ്മെല്ല് ലാവൻഡർ സ്മെല്ലാണ്, അതും ഇതൊക്കെ ലാവൻഡർ സ്മെല്ലാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഓയിലിൻ്റെ ബോട്ടിൽ കുറച്ച് സൈസ് ഉള്ളതാണ്. ഇത് 50 ml, ഇത് 10 ml ഉള്ളൂ. ഇത് 10 ml ബോട്ടിലാണ്, അത് 50 ml ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ ക്വാളിറ്റി ഉള്ള പോട്ടാണ്, നല്ല ഫിനിഷിംഗ് ആണ്, സെറാമിക് ആണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ്. എന്തായാലും വേർത്ത് ദ പ്രൈസാണ്. അപ്പോൾ വാങ്ങിക്കേണ്ടവർക്ക് എന്തായാലും വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. 200 സംതിങ്ങിന് സൂപ്പർ വർത്താണ്. ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഐറ്റമാണ്. ഇതും നമ്മുടെ വീട്ടിലേക്കുള്ള കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റമാണ്, പക്ഷേ ഇത് അൺബോക്സ് ചെയ്തിട്ടില്ല. സോ ഇതാണ് ഇതിൻ്റെ പാക്കേജ് വന്നിട്ട്. നമുക്ക് ഇപ്പം അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഒരു വുഡൻ ട്രേ ആണിത്. ഇങ്ങനെ ഒരു ഹാൻഡിലൊക്കെ വരുന്നൊരു പിസ്സ ട്രേ പോലെയുള്ള അങ്ങനത്തെ ഒരു ട്രേ ആണ്, മിനിയാണ്. ഇതാ ഇത്രയൊക്കെ സൈസ് കേട്ടോ. അപ്പം നല്ല എന്താ പറയുക, നല്ല വുഡനാണ് യൂസ് ചെയ്തത്, നല്ല തിക്കായിട്ടുള്ള വുഡനാണ്. ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. എന്തായാലും ഇപ്പം നല്ല ക്വാളിറ്റി ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ഹാങ് ചെയ്തിടാനുള്ള ഹോൾസ് ഒക്കെ ഉണ്ട്. നല്ലൊരു പ്രൊഡക്റ്റാണ്. സോ ഇത്രയേ ഉള്ളൂ, ഒരു കുട്ടി മീഷോ ഹോളാണ് ഇന്ന് നിങ്ങൾ കണ്ടത്. കൂടുതലൊന്നുമില്ല. അപ്പോൾ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആവശ്യമുള്ളവർ അതിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള മീഷോ ഹോൾസ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ മീഷോ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പോയിട്ട് നോക്കിയാൽ മതിട്ടോ. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ മീഷോ ഹോൾസും അതിലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ ഫോളോ ചെയ്യട്ടെ. അവിടെ ഞാൻ റീൽസ് ഒക്കെ ഇടുന്നതാണ് ഓരോ പ്രൊഡക്റ്റും.